DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഓരോ പ്രധാന ആവശ്യങ്ങളും പൂർത്തിയാക്കുവാൻ നമ്മൾക്ക് പലപ്പോഴും വലിയ തുകകൾ ആവശ്യമായി വരും. ഓരോ മാസവും ചെറിയൊരു തുക മാറ്റിവെച്ച് ഭാവിയിൽ വലിയൊരു തുക സമാഹരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD സ്കീം പൊതുജനങ്ങൾക്ക് വളരെ അനുയോജ്യമായിരിക്കും. ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഭാവിയിലേക്ക് ഒരു വലിയ തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഏറ്റവും മികച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD സ്കീം. ഓരോ മാസവും ചെറിയ തുകകൾ മാറ്റിവെച്ചുകൊണ്ട് 5 വർഷത്തെ കാലാവധിയിൽ മികച്ച ലാഭം കൊയ്യാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പദ്ധതി ആയതിനാൽ ഇതിലെ നിക്ഷേപം 100% സുരക്ഷിതവുമാണ്. പദ്ധതിയുടെ കാലാവധി 5 വർഷമാണ്, അതായത് 60 മാസങ്ങൾ. നിക്ഷേപകർ ഓരോ മാസവും ഒരു നിശ്ചിത തുക കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. 2026 ഫെബ്രുവരി മാസത്തെ പലിശ പരിശോധിച്ചാൽ ഈ പദ്ധതിക്ക് 6.7% വാർഷിക പലിശയാണ് ലഭിക്കുന്നത്. ഇത് ക്വാർട്ടർലി കോമ്പൗണ്ടിംഗ് രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് ഓരോ 3 മാസത്തിലും നിങ്ങളുടെ പലിശയായി ലഭിക്കുന്ന ആ ഒരു എമൗണ്ടിന് വീണ്ടും പലിശ ലഭിക്കുന്നു. ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും RD അക്കൗണ്ട് തുടങ്ങാം. മൈനറായ കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്കോ ഗാർഡിയനോ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. കൂടാതെ ഒരാൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാളുമായി ചേർന്ന് ജോയിൻ്റ് അക്കൗണ്ടായോ RD തുടങ്ങാൻ സാധിക്കും. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഇതിനാവശ്യമായ രേഖകൾ. ചെറിയ വരുമാനക്കാർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളൊരു RD അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം 5 വർഷം, അതായത് 60 മാസം നിങ്ങൾ എത്ര രൂപയാണോ മാസം നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു തുക കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 100 രൂപയെങ്കിലും നിങ്ങൾ പ്രതിമാസം അടക്കണം. പരമാവധി എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. 5 വർഷം പൂർത്തിയാകുമ്പോൾ നിക്ഷേപകന് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും 5 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാൻ സാധിക്കും. ഇതിനായി പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വീണ്ടും 5 വർഷത്തേക്ക് സ്കീം നീട്ടുകയാണെങ്കിൽ ആ കാലയളവിലും നിങ്ങൾ മുൻപ് എത്ര രൂപയാണോ പ്രതിമാസം നിക്ഷേപിച്ചിരുന്നത് ആ ഒരു തുക തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. അന്നത്തെ നിലവിലുള്ള പലിശ നിരക്ക് എത്രയാണോ അതായിരിക്കും ബാധകമാവുക. ഇനി നിങ്ങൾ അക്കൗണ്ട് നീട്ടിയില്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം പലിശ ഉൾപ്പെടെ നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ആ ഒരു തുക പൂർണ്ണമായും നിങ്ങൾക്ക് നേടാനും സാധിക്കും. മാസത്തുക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 1 രൂപ എന്ന കണക്കിൽ പിഴ നൽകണം. ഉദാഹരണത്തിന് നിങ്ങൾ പ്രതിമാസം 1000 രൂപയാണ് നിക്ഷേപിക്കുന്നതെന്ന് കരുതുക. ഒരു മാസം നിങ്ങൾ ആ തുക നിക്ഷേപിക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾ 10 രൂപ പിഴയായി നൽകണം. അതായത് 1000 രൂപയും 10 രൂപ പിഴയും അതോടൊപ്പം അടുത്ത മാസത്തെ 1000 രൂപയും ചേർത്ത് മൊത്തത്തിൽ 2010 രൂപ നിങ്ങൾ നിക്ഷേപിക്കണം. തുടർച്ചയായി 4 മാസം തവണകൾ മുടങ്ങിയാൽ അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കപ്പെടും. എന്നാൽ 2 മാസത്തിനുള്ളിൽ കുടിശ്ശികയും പിഴയും അടച്ച് അക്കൗണ്ട് പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ അക്കൗണ്ട് കാലാവധിക്ക് മുൻപ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില നിബന്ധനകളുണ്ട്. 1 വർഷത്തിന് ശേഷം 5 വർഷത്തിന് മുൻപ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് പലിശയായ 4% മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. ആ ഒരു 5 വർഷത്തിന് 5 ദിവസത്തിന് മുൻപ് നിങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്താലും നിങ്ങൾക്ക് മുഴുവൻ പലിശയായ 6.7% ലഭിക്കില്ല. കുറവായിരിക്കും പലിശ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുക. RD സ്കീമിന്റെ കാലാവധി 5 വർഷമാണ്. 3 വർഷത്തിന് ശേഷം പ്രീമെച്വർ ക്ലോഷർ അനുവദനീയമാണ്. പക്ഷേ പലിശ കുറവായിരിക്കും ലഭിക്കുന്നത്. നിക്ഷേപിക്കുന്ന തുകയ്ക്കനുസരിച്ചുള്ള ഏകദേശ ലാഭം നോക്കാം. ഉദാഹരണത്തിന് മാസം 1000 രൂപ നിക്ഷേപിച്ചാൽ 5 വർഷം കൊണ്ട് 60,000 രൂപ നിക്ഷേപിക്കുകയും പലിശയായി 11,369 രൂപ ലഭിക്കുകയും ചെയ്യും. 5 വർഷം തികയുമ്പോൾ ആകെ 71,369 രൂപ ലഭിക്കും. മാസം 5000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ പലിശയടക്കം 3,56,830 രൂപ നിക്ഷേപകന് കൈപ്പറ്റാം. ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലിശയ്ക്ക് ടാക്സ് ബാധകമാണ് എന്നതാണ്. ലഭിക്കുന്ന പലിശ നിക്ഷേപകന്റെ ആകെ വരുമാനത്തോടൊപ്പം ചേർക്കപ്പെടുകയും വ്യക്തിയുടെ ഇൻകം ടാക്സ് ലാഭം അനുസരിച്ച് നികുതി ഈടാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ സാധാരണക്കാർക്കും ദിവസവേതനക്കാർക്കും സമ്പാദ്യശീലം വളർത്താൻ സഹായിക്കുന്ന മികച്ച മാർഗമാണ് പോസ്റ്റ് ഓഫീസ് RD സ്കീം. വിപണിയിലെ മാറ്റങ്ങൾ ബാധിക്കാത്ത ഉറപ്പായ പലിശയും സർക്കാർ സുരക്ഷിതത്വവുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. പലിശയ്ക്കുള്ള നികുതിയും പ്രീമെച്വർ ക്ലോഷറിലെ പലിശ കുറവും മാത്രമാണ് ഇതിന്റെ പരിമിതികളായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.